രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക, വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുക, വൈദ്യുതി ബോർഡുകളെ കമ്പനികളായി വിഭജിക്കുക, സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. 2014 വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സമ്മേളനം ചേരുന്നത്. 2019ഓടുകൂടി സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര വൈദ്യുതി വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. This is one of the most comprehensive and all-encompassing proposals that could be drawn up considering the interests of 30 states and all the union territories of India. തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് വൈദ്യുതി നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വകുപ്പ് ജീവനക്കാരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. മീഡിയ 1 കൊച്ചി.